ഞാൻ ഇനി അഭിനയിക്കുന്നില്ല. അതാണ് സംശയമെങ്കിൽ അതിപ്പോൾ തീർന്നോ ഇല്ല. അടുത്ത ചോദ്യം. പക്ഷെ നായികയായിട്ട് നമ്മൾ ബാലതാരത്തിന് സംസ്ഥാന അവാർഡ് തന്നു. അതിപ്പോൾ വേറെ ആർക്കും ആ വർഷം കൊടുക്കാനില്ലാത്തതുകൊണ്ട് എനിക്ക് തന്നു. അതുകൊണ്ടെന്താ? അപ്പം ഞാൻ എഴുതിയതോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതോ അല്ല നിങ്ങൾ കാണുന്നത്. പേഴ്സണെയാണ് എനിക്ക് വേണ്ടത്, ആക്ടറിനെ അല്ല. പ്രേക്ഷകർക്ക് മാറ്റം വന്നിട്ടുണ്ട്, തിയേറ്റേഴ്സിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. അത് കമേഴ്ഷ്യലാണോ, ആർട്ട് ഫിലിമാണോ, ചൈനീസ് ഫിലിമാണോ, ഇറ്റ്സ് ഇറെലവൻറ്റ്. ഐ ഡോണ്ട് ലൈക്ക് എനിത്തിങ് ലുക്കിംഗ് ടു ബ്യൂട്ടിഫുൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ ഓരോന്ന് പറയും. തീരുമാനമാവും അടുത്ത സിനിമയാകുമ്പോഴത്തേക്കും നമുക്കൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഐ ലവ് രാജീവ് രവി. സോ യു ഗോട്ട് യുവർ. നമസ്കാരം. ബാലതാരമായി, പിന്നെ നായികയായി, ഇപ്പോൾ സംവിധായികയായി, മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട, മലയാളികളുടെ മാത്രമല്ല ഇപ്പം ഇന്ത്യൻ സിനിമയുടെ തന്നെ പ്രിയപ്പെട്ട സംവിധായികയായി മാറിയ ശ്രീമതി ഗീതു മോഹൻദാസ് എന്നാണപ്പോൾ പുതിയ സിനിമ മൂത്തോൻ ഇന്നലെ റിലീസ് ചെയ്തു. അപ്പോൾ മൂത്തോൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ തോന്നുന്നു. എനിക്ക് കുറച്ച് മൂത്തോൻ ഇന്നലെയാണ് റിലീസ് ചെയ്ത്, ഇന്നലെ തന്നെയാണ് തിയേറ്ററിൽ വെച്ച് കണ്ടത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരുപാട് കാര്യങ്ങൾ. എന്താണെന്ന് വെച്ചാൽ അത് പൊളിറ്റിക്കലി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞാലും അന്ന് മൂത്തോനിൽ ഇത് സംസാരിച്ചിരുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് കുറേ സംഭവങ്ങൾ എടുക്കുന്നു. പക്ഷേ നമ്മൾ എത്രയും ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് കൺഫ്യൂഷനിൽ കിടക്കുന്ന സാധനങ്ങളെ എടുത്ത് പ്രൊജക്റ്റ് ചെയ്യുന്നു. സോ ബേസിക്കലി ഇതിനെ ഈ മൂത്തോൻ സിനിമ എടുക്കുക എന്നതിലേക്ക് എന്തെങ്കിലും ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം റിലേറ്റ് ചെയ്തിട്ടാണോ ഈ സിനിമ തുടങ്ങിയത്? ഒട്ടും അല്ല കേട്ടോ. കാരണം ഞാൻ എൻ്റെ ഒരു എഴുത്തെന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഓർഗാനിക് പ്രോസസ് ഫോർ മീ. സോ I don't write the beginning, the middle and the end, and then that's not how I start. I just start writing. I just write, and then അറിയില്ല എവിടേക്കൊക്കെയാണ് പോവുക, എന്തൊക്കെ ഇൻസിഡൻസ് ആർ ഹാപ്പനിങ്. I feel it has to be a very organic process because നമ്മുടെ ക്രിയേറ്റ് ചെയ്യുന്ന ആ സ്പേസ് ഉണ്ടല്ലോ, ഇപ്പോൾ ലക്ഷദ്വീപ് ആണെങ്കിലും ബോംബെയിലുള്ള കാമാത്തിപ്പുര ആണെങ്കിലും, ദാറ്റ് സ്പേസ് ബിക്കംസ് എ ക്യാരക്ടർ. That space starts to tell you how your story should move forward. Okay. So I've just stayed very true to that space and the life and the people. Appo I don't venture out in writing adventure or a thriller. No, you just write and let it flow. പക്ഷേ ഇതിൽ കഥാപാത്രങ്ങളെ, ഒരു ജേണിയിലെ കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്പയർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ വേണം. നമ്മുടെ ഒരു ലൈഫ് കൊടുക്കുക എന്ന് പറയുന്നത് കംപ്ലീറ്റ് നമ്മൾ അങ്ങനെ ഒരു സ്പേസിന് വിചാരിച്ച് ചെയ്യുന്നതാണോ, അല്ല റിയൽ ലൈഫ് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ? തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ സബ് കോൺഷ്യസ്ലി നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാവാം, നമ്മൾ കണ്ടിരിക്കുന്ന സിനിമകളാവാം, നമ്മൾ വായിക്കുന്ന ബുക്സ് ആവാം, ഒരുപാട് രീതിയിൽ നമുക്ക് ഇൻസ്പയർഡ് ആവാമല്ലോ. അതൊക്കെ ഇങ്ങനെ കടന്നു കയറി വരും. പക്ഷെ നമ്മളങ്ങനെ ഒരു സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു, ഇതിൻ്റെ റിസർച്ച് ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത്, അങ്ങനത്തെ ഒരു ഒബ്സർവേഷൻ ഞാൻ പോകാറില്ല അങ്ങോട്ട്. ഈ ലക്ഷദ്വീപ് റിലേറ്റഡ് കുറേ സിനിമകൾ, കുറച്ചധികം സിനിമകൾ മലയാളത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. അവിടുത്തെ സൗന്ദര്യം കാണിച്ചിട്ടും അവിടുത്തെ ഭാഷയും. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ കുറച്ചുകൂടി ഭയങ്കര പ്രാദേശികമായിട്ട് അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങൾ കാണിച്ചത് ഈ സിനിമയിലാണ്. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, ചിലപ്പോൾ ഇറങ്ങിയിട്ട് ഞാൻ കാണാതിരിക്കുന്നതാവാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള റിസർച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നു? കാരണം നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു കാഴ്ചകൾ, ഇവൻ അക്ബറിൻ്റെ ലൈഫിലെ മന്ത്രവാദം, ആ ഒരു ഫ്ലാഷ് ബാക്ക് സീനുകളൊക്കെ വരുമ്പോഴേക്കും ഇങ്ങനത്തെ സാധനങ്ങൾ, ഒരു കൾച്ചർ നമ്മളിത് കാണിക്കുന്നുണ്ടല്ലോ. See, it also stems from the fact what the script demands. അപ്പം ഞാൻ ലക്ഷദ്വീപിൽ പോയിട്ട് തീർച്ചയായിട്ടും ഞാൻ അവിടുത്തെ ആൾക്കാരായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ലൈഫ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ ആക്ടേഴ്സ് എല്ലാവരും, all of us have been there and understanding that space, and so naturally it will happen. That kind of naturally in the narrative, the socio-political undercurrent of the narrative forms by itself. Okay. Because there is also a sense of language politics also when you come from Lakshadweep to Bombay. And Lakshadweep is so easy to shoot because every frame vachalum, it's just it's magnificent. In frame വെക്കുന്ന ആൾ അതുപോലത്തെ ഒരാളാണല്ലോ. അതെ, he is also magnificent. അതുകൊണ്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഇറ്റ്സ് മാജിക് എവറിവെയർ. അപ്പോൾ നമുക്കൊരു ആഡഡ് റെസ്പോൺസിബിലിറ്റിയാണ്. അയ്യോ ദൈവമേ, നമ്മൾ വി ഹാവ് ടു, ബിക്കോസ് രാജീവ് ആൻഡ് മീ, ലൈക്ക് ഐ തിങ്ക് വി ഹാവ് എ വെരി സിമിലർ ടേസ്റ്റ് ഇൻ എ സെൻസ് ഓഫ് I don't like anything looking too beautiful. Okay. I don't think people should be captured by how gorgeous the framing is. No, I think it should just support the storytelling. But wherever you keep a frame, it's gorgeous. നമ്മൾ അണ്ടർപ്ലേ ചെയ്തിട്ടാണ് ഇങ്ങനെ വരുന്നത്. എന്നാലും ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ.
ഇനിയിപ്പോൾ ഈ സിനിമയുടെ ഒരു മൊത്തം ജേണി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അന്വേഷണമാണ് സിനിമയുടെ ഒരു ബേസിക്സ് ആണെന്ന് വെച്ചാൽ മുന്നത്തെ സിനിമയും അന്വേഷണമായിരുന്നു. ഞാൻ എന്താണ് അന്വേഷിക്കുന്നത് തീർച്ചയായും എനിക്ക് അങ്ങോട്ട് ചോദിക്കണം. എന്തായാലും അതിൻ്റെ ആൻസർ അടുത്ത തീരുമാനമാവും, അടുത്ത സിനിമയാകുമ്പോഴത്തേക്കും തീരുമാനമാവും എന്ന് എനിക്ക് തോന്നുന്നു. ഐ മീൻ, ആർട്ട് വി ഓൾ സെർച്ചിങ് ഫോർ സംതിങ്. അതുപോലെ ഈ സിനിമയുടെ മൊത്തം സ്ട്രക്ചറിലും ഒരു 2 എന്നുള്ളൊരു ഫാക്ടർ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഒരു ആണ് പെണ്ണ്, ഒരാൾ തന്നെ 2 വേഷത്തിൽ വരുന്നത്, 2 കാലഘട്ടം, അക്ബറിനെ തന്നെ കൊന്നു എന്ന് പറയുന്നൊരു സ്ഥലം, അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് പറയുന്നു, ഒരു അസ്തിത്വ പ്രശ്നം വരുന്നു. അങ്ങനെ ഒരു സംഭവത്തെ ട്രീറ്റ് ചെയ്യുന്നു. ഈ ആത്മാവ് മനുഷ്യൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ 2 എക്സ്ട്രീം പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഇൻറ്റൻഷനലി അങ്ങനെ ചെയ്തിട്ടുണ്ടോ സിനിമയിൽ, അല്ല ഓട്ടോമാറ്റിക്കലി ആയിട്ട് അതിൻ്റെ പ്രോസസ്സിൽ വന്നതാണ്? See, that's the beauty of ambiguous writing, or in the sense ambiguous narrative, because what invariably happens is it's open to interpretations. അപ്പം ഞാൻ എഴുതിയതോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതോ അല്ല നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ട്രിപ്പ് ഉണ്ടാവും. someone else will have their own trip. അങ്ങനത്തെ ഒരു ട്രിപ്പാണ് എൻ്റെ ട്രിപ്പ്. ലൈക്ക് people always tell me, ഞാനിപ്പോൾ ഈ വെളിയിലൊക്കെ പോകുമ്പോൾ they say, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്, what was your ending, what was this? So I keep asking them, what did you think? So അവർക്കൊരു ധാരണയുണ്ട്. Then I say that is the ending. അല്ല, ഞാൻ ഇത് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ മൊത്തം കണക്ട് ചെയ്യുമ്പോൾ ഈ 2 എന്നുള്ളത് എല്ലായിടത്തും വരുന്നുണ്ട്. അത് ഒരു സ്ഥലത്ത് മാത്രമാണെങ്കിൽ ഓക്കെ, അത് വന്നതായിരിക്കും. പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഇപ്പം നിങ്ങളത് ജഡ്ജ് ചെയ്ത് അങ്ങനെ പറയുമ്പോഴാണ് അതിലൊരു ഭംഗി എനിക്ക് തോന്നുന്നത്. ഞാൻ അത് ഇൻറ്റൻഷൻ ആയിരുന്നില്ല. ഓക്കെ. ഇനിയിപ്പോൾ നിവിൻ പോളി എന്നൊരു നടൻ, പുള്ളിയുടെ ഒരു ആക്ടർ എന്ന രീതിയിൽ പുള്ളിയെ സെലിബ്രേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു 1983, അതുപോലെ ഹേ ജൂഡാണ് പേഴ്സണലി എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആക്ടർ എന്നുള്ള സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്. പക്ഷേ കൊമേഴ്സ്യലി ഭയങ്കര സക്സസ് ആയിട്ടുള്ളൊരു ആക്ടർ കൂടെയാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഡൗട്ടായിരുന്നു, ഈ സിനിമയിൽ മൂത്തോനിൽ നിവിൻ പോളി വരുമെന്ന് പറയുമ്പം ടീസർ ഒരു പരിധി വരെ ഒരു ഉത്തരം കൊടുത്തു, എങ്കിലും അത്ര കൺവിൻസിങ് അല്ലായിരുന്നു ആൾക്കാർ. പക്ഷേ ട്രെയിലർ ഓക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചോ എന്നുള്ള ഉത്തരം കൊടുത്തു. പക്ഷേ തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം പറയുന്നു നിവിൻ്റെ കരിയർ ബെസ്റ്റ് സിനിമയാണെന്ന്. അപ്പോൾ ഗീതു മോഹൻദാസ് എന്ന സംവിധായിക എങ്ങനെയാണ് നിവിനെ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചത്? I mean, it's a process, no? The actor selects the director selects the actor. It's like a, എന്താ ഞാൻ പറയുക, അപ്പോൾ നിവിനെ സെലക്ട് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. കാരണം ആസ് ആൻ ആക്ടർ ദർ ഇസ് എ certain sense of vulnerability. He's a very vulnerable soul, you know. So അങ്ങനത്തെ ഒരു ബാലൻസ് ഓഫ് ഹാവിങ് ദാറ്റ് ആൻഡ് ഹാവിങ് എ ടഫ് എക്സ്റ്റീരിയർ, അങ്ങനത്തെ ഒരു സംഭവം മാരി ചെയ്യാൻ ഇൻഹറൻ്റ്ലി അങ്ങനത്തെ ക്വാളിറ്റീസ് ഉള്ളൊരു പേഴ്സണെയായിരുന്നു എനിക്ക് വേണ്ടത്, ആക്ടറിനെ അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സണെ ഞാൻ പരിചയപ്പെട്ട് ഞാൻ കണ്ടെത്തിയപ്പോൾ എനിക്ക് തോന്നി നൗ ഹി ജസ്റ്റ് ഹാസ് ടു ഫൈൻഡ് ദിസ് ക്യാരക്ടർ ഇൻ ഹിം. സോ ഇറ്റ്സ് ഈസി. ഇത് ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു സാധനം കേൾക്കുന്നത്. ഇതിനു മുമ്പൊക്കെ ആ സിനിമയിൽ കണ്ടു, അല്ലെങ്കിൽ ആ ഒരു ഇത് കണ്ടു, അങ്ങനെ സെലക്ട് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ ഒരു പേഴ്സണിൻ്റെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഗ്രേറ്റ്. പിന്നെ ഈ മൂത്തോൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ ഒരുപാട് യാത്രകളിൽ ഒരുപാട് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമുക്കത് പറയാൻ തോന്നുമല്ലേ, സോർഗാൻ രാഗ് എന്നൊരു ഫാക്ടറൊക്കെ കാണിക്കുന്ന സമയത്ത് തിരക്കഥ എഴുതുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടോ ഈ ഒരു ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്വീകാര്യത എത്രത്തോളം ആയിരിക്കും? ഇപ്പം അക്ബറിൻ്റെയും അമീറിൻ്റെയും ഒരു ലൈഫ് കാണിക്കുന്നുണ്ടല്ലോ. സോ അങ്ങനത്തെ സാധനങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് മലയാളി ഓഡിയൻസ് അത്ര പരിചിതമല്ലാത്തൊരു സംഭവമാണ്. ഈവൻ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് ഇപ്പം ഞാൻ കണ്ടു, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ എപ്പോഴെങ്കിലും ഡിഡ് യു ഫെൽറ്റ് there was a certain sense of titillation? No. എന്തെങ്കിലും രീതിയിൽ ആരെങ്കിലും അൺകംഫർട്ടബിൾ ആക്കിയോ? ആൾക്കാർ എന്തോ ഒരു ഈ അൺകംഫർട്ടബിൾ എന്ന സാധനമല്ലേ നമ്മൾ സൗണ്ടൊക്കെ ആയിട്ട് പുറത്തുവിടുന്നുണ്ടല്ലോ, അതാണ്. യെസ്, തീർച്ചയായും തിയേറ്ററിൽ നമ്മൾ ഈവൻ നമ്മൾ IFFKയിലാണ് കാണുന്നതെങ്കിൽ എനിക്ക് ഇതിനു മുമ്പ് ഇതുപോലുള്ള സിനിമകൾ കാണുമ്പോഴും ആൾക്കാർ ആ ഓഡിയൻസ് ആണെന്നറിയാം, അല്ലെങ്കിൽ കുറച്ചുകൂടി അവർ അങ്ങനത്തെ ചർച്ചകൾ ആഗ്രഹിക്കുന്ന ഓഡിയൻസ് ആണ് വരുന്നത്. ഇവിടെ ഒരു ഷോക്കായിരിക്കും ആൾക്കാർക്ക്. ആ ഷോക്കിനെ അവരെ അതിജീവിക്കുന്നത് എനിക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിലാണ്. അപ്പം മാഡത്തിന് എപ്പോഴെങ്കിലും എഴുതുന്ന സമയത്ത് അങ്ങനത്തെ ഒരു, പക്ഷേ ഞാൻ ഭയങ്കര ഇതിൻ്റെ ലവ് സ്റ്റോറി ഭയങ്കര ബ്യൂട്ടിഫുള്ളി വെൽ റിസീവ്ഡ് ആണെന്നാണ് എനിക്ക് ക്രിട്ടിക്കലി ആൾക്കാർ ഏറ്റവും ബെസ്റ്റ് പാർട്ടെന്ന് പറയുന്നത്. അതെ, അപ്പം എനിക്ക് തോന്നുന്നത് അത് ഇഫ് പീപ്പിൾ ക്യാൻ സീ ദിസ് പാർട്ട് ആൻഡ് സീ ഇറ്റ് ഫോർ ദ ലവ് ആൻഡ് നോട്ട് ദ ജെൻഡർ, ദെൻ മൈ വർക്ക് ആസ് ദ ഫിലിം മേക്കർ ഇസ് ഡൺ. Then I have done the right thing. They should not see gender, that's not love. I have only expressed love, and I hope that translates.
ഇതിനെ തന്നെ കുറച്ച് നേച്ചറായിട്ട് കണക്ട് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു അമീർ പറയുന്നത്. പ്രാവുകൾ പറക്കുന്നത് കാണാം, സൂര്യാസ്തമയവും സൂര്യോദയവും നല്ല കാണാം, അല്ല ആ രീതിയിലാണ് ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നേച്ചറിനെ കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഇതായിട്ടാണ് അമീർ അക്ബറിനോട് പറയുന്നത്. എനിക്ക് ഇപ്പം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത്. അതുപോലെ ഈ സാധാരണഗതിയിൽ പിന്നെ ഈ കുറച്ച് മുമ്പ് വരെ അവാർഡുകൾ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ഒരു അവാർഡ് ഫിലിം ആണെന്നുള്ളതാണ്. ഈ ഒരു അടുത്ത കാലത്ത് അതിനെന്തെങ്കിലും മാറ്റം വന്നു എന്ന് വരുന്നത്, അല്ലെങ്കിൽ അവാർഡ് കിട്ടിയെന്നുകൊണ്ട് മാത്രം പ്രേക്ഷകർ അങ്ങനെ ഒരു രീതിയിലല്ലാത്ത സിനിമയാണ് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മാറ്റം വന്നിട്ടുണ്ട്, തിയേറ്റേഴ്സിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. തിയേറ്റേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഐ തിങ്ക് ജനറലി ബൈ ആൻഡ് ലാർജ് വി ഷുഡ് നോട്ട് കണ്ടീഷൻ ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ. നമ്മൾ ആൾക്കാർക്ക് ഒരു പ്രീ കൺസീവ്ഡ് ആയിട്ട് ഇങ്ങനെയാണ് കേട്ടോ സിനിമ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവാർഡ് കിട്ടി ഇങ്ങനെയാണ്, അങ്ങനെയൊന്നും വി ഷുഡ് നോട്ട് ബീലിറ്റിൽ ദ ഇൻ്റലിജൻസ്. അവർക്കൊരു സ്പേസ് കൊടുക്കണം. ഈ സിനിമ ഇങ്ങനത്തെ ഒരു സ്പേസിൽ പോയി, ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ പോയി, ഇപ്പം നമ്മളിത് കമേഴ്ഷ്യലി ഇങ്ങനെ റിലീസ് ചെയ്യുന്നു, നിങ്ങൾ വന്ന് കാണൂ താല്പര്യം ഉണ്ടെങ്കിൽ. നമ്മുടെ സ്പേസ് അതാണ്. ആൻഡ് പീപ്പിൾ ആർ വാച്ചിങ് ഇറ്റ് ആൻഡ് ദെൻ ദേ ആർ ഡിസൈഡിങ് ഇഫ് ദേ ഐദർ കണക്ട് ടു ദ ഫിലിം ഓർ ദേ ഡോണ്ട്. End of the day, it is not about any awards. End of the day, it's not about any technical, whoosha, brilliant, mind work, script. No. Cinema കഴിഞ്ഞ ശേഷം, it is an emotion. It is a feeling. Something that hits you. Something you take back with you. അത് കമേഴ്ഷ്യൽ ആണോ, ആർട്ട് ഫിലിം ആണോ, ചൈനീസ് ഫിലിം ആണോ, it's irrelevant. It's cinema. Just communicate with the audience. You are communicating, is an expression, cinema. So I'm hoping, I'm praying that I'll find my audience. I hope that people will, it's my first nice big release. Yes. So I'm also very excited. I hope people will come. I hope people will support. I hope people will see it. And I hope I can make many more films here. 10 വർഷമായല്ലേ അഭിനയം നിർത്തിയിട്ട്? ദൈവമേ, അതിനിടയ്ക്ക് ഒരു 5 വർഷം വെച്ചിട്ടാണ് 3 സിനിമകൾ വന്നിരിക്കുന്നത്. എന്റെ കുറച്ച് സംശയങ്ങൾ മാത്രമാണ്, അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ കൊണ്ട് മാത്രമാണ്. ഞാൻ ഇനി അഭിനയിക്കുന്നില്ല, അതാണ് സംശയമെങ്കിൽ അതിപ്പോ തീർന്നോ ഇല്ല. അടുത്ത ചോദ്യം. വയസ്സോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഉണ്ട്. അല്ല, അതിന് വന്ന സമയത്ത് എപ്പോഴാണ്, അല്ലെങ്കിൽ സംവിധാനം അല്ലെങ്കിൽ എഴുത്ത് സംവിധാനം എപ്പോഴും അത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ നായികയായിട്ട് നമ്മള് ബാലതാരത്തിന് സംസ്ഥാന അവാർഡ് തന്നു. അതിപ്പോ വേറെ ആർക്കും ആ വർഷം കൊടുക്കാനില്ലാത്തതുകൊണ്ട് എനിക്ക് തന്നു. അതുകൊണ്ട് എന്താ പ്ലീസ്. No, I'm not. It's a chapter which I don't even remember. It was a beautiful chapter for sure. But it's not something which I was excited about. Like, I want to act. If I actors can handle it when I'm working with them, it's not that I miss it. I'm kashtam. Chiyu. No, I'm joking. But you know, like, it's not something which I feel like, oh, if I could just do that one more role, or no way. No way. Chapter end. സിനിമ എടുക്കുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കലി സിനിമയെ സമീപിക്കുക എന്നൊരു കൺസെപ്റ്റ് ഉണ്ടോ? സിനിമ തീർച്ചയായിട്ടും നമുക്കൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിനിമ. എല്ലാ സിനിമയും പൊളിറ്റിക്സ് സംസാരിക്കും, എല്ലാ സിനിമയും ഇങ്ങനെ അങ്ങനെയൊന്നും ഞാൻ ഒരു രീതിയിൽ ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ സിനിമയിൽ ഞാനത് ആഗ്രഹിക്കുന്നു. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ട്രാൻസ്ലേറ്റ്സ്. ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും കണ്ട് സ്വാധീനിച്ച സിനിമകൾ എന്തെങ്കിലും തീരാൻ പോകുന്നത് കൺക്ലൂഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അല്ല, ഏറ്റവും നമ്മൾ കണ്ട് വളരെയധികം സ്വാധീനിച്ച സംവിധായകരെ സംബന്ധിച്ചുള്ള അങ്ങനെ സിനിമകൾ ഉണ്ടാവുമല്ലോ നമ്മൾ, അല്ലെങ്കിൽ സംവിധായകർ ഒരുപാടുണ്ട്. 5 എണ്ണം പറയാം. 5 എണ്ണം അത്രേ സമയമുള്ളൂ. എനിക്ക് KG ജോർജ് സാറിൻ്റെ എല്ലാ പടങ്ങളും, മിക്ക പടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, മറ്റൊരാൾ, മേള, ആദാമിൻ്റെ വാരില്, കോലങ്ങൾ, ഒരുപാടുണ്ട്. ഇറ്റ്സ് ലൈക്ക് വൺ. മറ്റൊരാളാണ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. സോ KG ജോർജ് സർ. ദെൻ ഐ ലവ് ജോൺ ഇബ്രാഹിമിൻ്റെ അമ്മ അറിയാൻ. ദെൻ ഐ ലവ് യെർജി മെൻസെൽ എന്ന് പറഞ്ഞൊരു ചെക്ക് ഫിലിം മേക്കർ ഉണ്ട്. ഐ ലവ് ഹിം. He makes very different types of cinema, from Closely Guarded Train to Capricious Summer to I Serve the King of England. Like, if you see those films, it's like, is it the same director? Like,
His expressions are absolutely brilliant. And I love Anurag Kashyap. ഞാൻ അടുത്ത ചോദ്യം കളഞ്ഞു. And I love Rajiv Ravi. Okay. So you got your fine. അല്ല, അനുരാഗ് കശ്യപിന്റെ അസോസിയേഷൻ എത്രത്തോളം മൂത്തോൻ എന്ന സിനിമയെ സ്വാധീനിച്ചിട്ടുണ്ട്? ഞാൻ അനുരാഗ് കശ്യപിന്റെ ഭയങ്കര ഫാനാണ്. അനുരാഗ് കശ്യപിനെ നേരിട്ട് അറിയുന്ന ഒരാളോട് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പരിചയപ്പെടുത്താലോ? ഇനി അടുത്ത തവണ എറണാകുളത്ത് ഒരു Definitely. So Anurag is someone who is more like my family. Like like Rajiv Anuraganaguda has been working with him for so many films. Yes. As a cinematographer. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു ഡയലോഗ് റൈറ്ററിന് ആവശ്യം വന്നപ്പോൾ ഐ വാണ്ട് ദ ബെസ്റ്റ്. അപ്പോൾ ഐ ആസ്ക്ഡ് ഹിം, ഹി റെഡ് ദ സ്ക്രിപ്റ്റ് ആൻഡ് ഹി ലൈക്ക് ദ സ്ക്രിപ്റ്റ്, പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. ഫസ്റ്റ് കട്ട് കണ്ടപ്പോൾ ഹീ ജംപ്ഡ് ഓൺ ബോർഡ് ആസ് മൈ പ്രൊഡ്യൂസർ ബിക്കോസ് ഹീ ഈസ് സംബഡി ഹൂ ഇൻസ്പയർസ് യു ടു എക്സെൽ. ഹീ pushes independent upcoming talents finding their own voice and platform in cinema. He has been a pioneer in taking Indian cinema to the global platform in the last 10 years. Yes. Made it so much easier for a lot of us. Yeah. I absolutely love and adore him. സന്തോഷം കേൾക്കുമ്പോൾ. പുതിയ സിനിമയെക്കുറിച്ച് എപ്പോഴും അനൗൺസ് ചെയ്തായിട്ട് കേട്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ ഓരോന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ ഇന്നാൾ ചോദിക്കും, നീ ശരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. ആണോ? ഞാനിങ്ങനെ അന്ന് എനിക്ക് മൂഡ് വന്നപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ പോവാം, അത് ചെയ്യാൻ പോവാം. ഇൻഫാക്ട് റീസെൻ്റ്ലി മാമീത്തെ മറ്റേ സ്ക്രീനിങ് കഴിഞ്ഞ് ഇറങ്ങിയപ്പം 2 ladies are coming and telling me, can you make a love story next? അപ്പോൾ മറ്റേ സ്ത്രീ പറഞ്ഞു, no, she'll make it dark and എന്താ പറഞ്ഞേ, സാഡെന്നോ അൺഹാപ്പിന്നോ എന്തോ അവർ തമ്മിൽ സംസാരിക്കുക എൻ്റെ മുമ്പിൽ. അപ്പം ഞാൻ ഓക്കെ, ഐ ആം ഹിയർ. എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് എ ഫൺ ഇന്റർവ്യൂ. ഒരുപാട് കാണട്ടെ, ഉഷാറാവട്ടെ. വീണ്ടും സിനിമകൾ വരുമ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാം. താങ്ക് യു.